അഹ്ലിഹി വമാലിഹി, എൻ്റെ സമുദായത്തിൽ എന്നോട് ഏറ്റവും സ്നേഹമുള്ളവർ എനിക്ക് ശേഷം വരുന്നവരിൽ ചിലരുണ്ട്. സ്വന്തം കുടുംബത്തെക്കാളും സ്വന്തം സമ്പത്തേക്കാളും എന്നെ കണ്ടെങ്കിൽ, എന്നെ ഒന്ന് കണ്ടുമുട്ടിയെങ്കിൽ, പ്രവാചകനെ ഒന്ന് കണ്ടെത്തിയെങ്കിൽ എന്നവർ ആഗ്രഹിക്കും. പ്രിയപ്പെട്ടവർ, അങ്ങനത്തെ ഒരു ആഗ്രഹം നമുക്കുണ്ടാകണം. പ്രവാചകനെ ഒന്ന് കാണണം, പ്രവാചകനൊന്ന് കൈ കൊടുക്കണം. പ്രവാചകൻ്റെ കൈ കൊടുത്തിട്ട് ഒരു ഹസ്തദാനം ചെയ്തിട്ട് സലാം പറഞ്ഞിട്ട് പ്രവാചകൻ്റെ സദസ്സിൽ, പ്രവാചകൻ്റെ അരികിലൊന്ന് ഇരിക്കണം. ആ ഹബീബിനെ അങ്ങനെ അളവറ്റ് സ്നേഹിക്കുവാൻ, പ്രവാചകനെ ഒന്ന് കാണുവാൻ. എവിടെ ചെന്നാൽ കാണാം? പരലോകത്ത്, സ്വർഗത്തിൽ വെച്ച് മാത്രമേ കാണാൻ സാധിക്കൂ. ആ പ്രവാചകനെ ഒന്ന് സ്നേഹിക്കുവാനും കാണുവാനും ഉള്ള ഒരു താല്പര്യം ഒരു വിശ്വാസിക്കുണ്ടാകും. വിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളേക്കാൾ, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, വിശ്വാസികൾക്ക് സ്വന്തം ദേഹങ്ങളെക്കാൾ, സ്വന്തം ശരീരത്തേക്കാൾ ഏറ്റവും കൂടുതൽ സ്നേഹമുണ്ടാവുക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ്. അത് പ്രവാചകന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം. പ്രവാചകന്റെ കൂടെ ജീവിച്ച സഹാബാക്കൾ നമുക്ക് കാണാൻ സാധിക്കും. ഉഹുദിന്റെ രണാങ്കണത്തിൽ പ്രവാചകന്റെ മുമ്പിൽ ഒരു കവചമായി പ്രവാചകന്റെ ശരീരത്തിലേക്ക് വരുന്ന കൂരമ്പുകൾ ആലോചിച്ച് നോക്കണം. ഒരു മുട്ടുസൂചി എടുത്ത് കുത്തിയ നമ്മൾ എത്രത്തോളം നമുക്കവിടെ നിൽക്കാൻ സാധിക്കും? അവിടെയാണ് കൂരമ്പുകൾ തൻ്റെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങുന്നു. പ്രവാചകനൊന്നും സംഭവിക്കാൻ പാടില്ല. റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്, 70 ചില്ലാനം അമ്പുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു, കണ്ടാൽ ഒരു മുള്ളൻ പന്നി ഉണ്ടാകുന്ന രൂപത്തിൽ. അപ്പോൾ അദ്ദേഹത്തോട് സഹാബാക്കൾ ചോദിച്ചു, ഓരോ അമ്പുകളും ശരീരത്തിൽ നിനക്ക് വേദനിച്ചില്ലേ? വേദനിച്ചിരുന്നു. പക്ഷേ ഞാനൊന്ന് മാറിയാൽ, ഞാനൊന്ന് അനങ്ങിയാൽ ആ അമ്പുകൾ എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ശരീരത്തിൽ വന്നു കൊള്ളും. നോക്കി നിങ്ങൾ, അതുകൊണ്ട് മാറാൻ പറ്റിയില്ല, മാറിയില്ല. പ്രവാചകന്റെ മുമ്പിൽ നിൽക്കുന്നു, ഒരു കവചമായി, ഒരു പരിചയമായി നിൽക്കുന്നു. അങ്ങനെ സ്വന്തം ശരീരം കൊണ്ട് പ്രവാചകനെ സ്നേഹിച്ച ആളുകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പ്രവാചകനുമായി അവർ ജീവിതം കൊടുക്കാൻ തയ്യാറാണ്. ജീവിതം കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പറഞ്ഞു, നിങ്ങൾ നമ്മുടെ യുദ്ധത്തിന് പുറപ്പെടുകയാണ്, ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കയ്യിലുള്ളത് കൊണ്ടുവരണമെന്ന് പറഞ്ഞപ്പോൾ ഒരു സഹാബ വനിത അവരൊരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് അവരുടെ ഏതാനും ദിവസങ്ങളായ ഒരു കുട്ടിയെ കൊണ്ടുവരികയാണ്. പ്രവാചകരെ, എൻ്റെ കയ്യിൽ ഇത് മാത്രമുള്ളൂ, സമ്പത്തില്ല, വേറൊന്നും തരാനില്ല, ഞാൻ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ. പ്രവാചകൻ ചോദിച്ചു, ഞാൻ ഈ കുട്ടിയെ, ചെറിയ കുട്ടി, ചോരപ്പൈതൽ അല്ലേ, ഈ കുട്ടിയെ നബി അവർ പറയാണ്, പ്രവാചകരെ, അങ്ങയുടെ ശരീരത്തിലേക്ക് വരുന്ന വെട്ടുകൾ, അങ്ങയുടെ ശരീരത്തിലേക്ക് വരുന്ന അമ്പുകൾ ഈ കുട്ടിയെ പിടിച്ച് നിങ്ങൾ തടുക്കണം. അത്രത്തോളം തൻ്റെ കുട്ടിയേക്കാൾ, തൻ്റെ പിതാക്കളേക്കാൾ, തൻ്റെ ഭർത്താവിനേക്കാൾ, ഇണയേക്കാളുമെല്ലാം പ്രവാചകനെ സ്നേഹിച്ച സഹാബാക്കൾ ഉണ്ടായിരുന്നു. നമുക്കൊരിക്കലും അങ്ങനെ സാധിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, അങ്ങനത്തെ സഹാബാക്കൾ, ആ സഹാബാക്കൾ പ്രവാചകനെ സ്നേഹിച്ചവർ, നമ്മൾ അവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം. ഇത് 1-2 ഉദാഹരണങ്ങൾ മാത്രമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തൻ്റെ ജീവിതത്തിൽ മുഴുവനും ആ പ്രവാചകനെ സ്നേഹിച്ചവൻ. ആ സഹാബിക്ക് സിദ്ദീഖ് എന്ന പേര് വരാൻ തന്നെ കാരണം പ്രവാചകനെ അങ്ങേയറ്റം വിശ്വസിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതിൻ്റെ പേരില്ല. അങ്ങനെ എത്ര ലക്ഷക്കണക്കിന് സഹാബാക്കൾ, അങ്ങനെ എടുത്തു പറഞ്ഞാൽ ചരിത്രത്തിൽ നമുക്ക് കാണാൻ ആ സഹാബികൾ, സഹോദരങ്ങളെ, അവരെങ്ങനെയാണ് പ്രവാചകനെ സ്നേഹിച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ എങ്ങനെയാണ് നബിയെ സ്നേഹിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഖാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ ഔലാദിനാ വആബായിനാ വഉമ്മഹാത്തിനാ വമിനൽ മാഇൽ ബാരിദി അലല്ലാഹ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹം പറഞ്ഞൊരു മറുപടി, ഞങ്ങളെ സമ്പത്തിനേക്കാളും, ഞങ്ങളെ മക്കളെക്കാളും, ഞങ്ങളെ പിതാക്കളെക്കാളും, ഞങ്ങളെ മാതാക്കളെക്കാളും ദാഹിക്കുമ്പോൾ കിട്ടുന്ന ഒരു തണുത്ത വെള്ളത്തെക്കാളും പ്രിയപ്പെട്ടവനായിരുന്നു ഞങ്ങളെ പ്രവാചകൻ. സഹോദരങ്ങളെ, ആ പ്രവാചകനോട് അതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ ആ പ്രവാചകനോട് അടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ശ്രമിക്കണം. റസൂലിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ ഞാനും നിങ്ങളും കൊതിക്കണം. സഹോദരങ്ങളെ, ആ ആഗ്രഹം നമ്മെ അതിനായി പ്രവർത്തിപ്പിക്കുവാൻ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ജീവിക്കുവാൻ, റസൂലിൻ്റെ കൂടെ സ്വർഗത്തിലെത്തിക്കുവാൻ നമുക്ക് പരിശ്രമമുണ്ടാകണം. സ്വർഗത്തിൽ നബിയുണ്ട് എന്നത് ഒരു വിശ്വാസിയെ അതിലേക്ക് എത്തിക്കുവാൻ കൊതിപ്പിക്കുന്ന കാര്യമാണ്. മഹാനായ ഒരു പണ്ഡിതനോട് ചോദിക്കപ്പെട്ടില്ലേ, ഖുൽനാ ശൈഅൻ അനിൽ ജന്നത്തി യുശൂഖുനാ ഇലൈഹാ,
സ്വർഗത്തെക്കുറിച്ച് അതിലേക്ക് ഞങ്ങളെ കൊതിപ്പിക്കുന്ന. നമ്മളുടെ സ്വർഗ്ഗം കുട്ടികളോട് പറയില്ലേ, നമ്മൾ ചെറിയ കുട്ടികളോട് പറയുന്നത് സ്വർഗത്തിൽ എന്ന് പറഞ്ഞാൽ അവിടെ മുന്തിരിക്കൊലയുണ്ട്, അവിടെ ഐസ്ക്രീം ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്കൊരു വല്ലാത്ത ആഗ്രഹമാണ് അല്ലേ. എന്നതുപോലെ സ്വർഗത്തിലേക്ക് കൊതിപ്പിക്കുന്ന ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞപ്പോൾ മഹാനവർകൾ പറഞ്ഞത് ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടെ നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകനുണ്ട് എന്നാണ്. അപ്പോൾ പ്രവാചകനുണ്ട് എന്നുള്ളതൊരു വിശ്വാസിക്ക് അവിടെ എത്താൻ, റസൂലിൻ്റെ കൂടെ കഴിയാൻ പ്രിയപ്പെട്ടവരെ നമുക്കതിന് സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. ഈ ഭയം, പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലെത്താൻ സാധിക്കുമോ എന്ന ഭയം സഹാബികൾക്കുണ്ടായിരുന്നു. സഹാബികൾ മത്സരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉന്നതമായ പദവികൾ ആയിരിക്കും. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരാ ആദ്യം പ്രവേശിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബി പറഞ്ഞു, അന അക്സറുൽ അംബിയാഇ തബഅൻ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറ്റവും അധികം അനുയായികൾ ലഭിക്കുന്ന ആൾ ഞാനാണ്. വ അന അവ്വലു മൻ യഖറഉ ബാബുൽ ജന്ന, സ്വർഗത്തിന്റെ വാതിലിൽ ആദ്യം മുട്ടുന്ന ആളും ഞാനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വർഗത്തിലെ ഉന്നതമായ പദവി ലഭിക്കുവാൻ വേണ്ടി നമ്മോടൊക്കെ ആവശ്യപ്പെട്ടു. നബിക്ക് വേണ്ടി അതാണ് നമ്മൾ ബാങ്ക് കൊടുത്തതിന് ശേഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി ത്വാമത്തി എന്ന് പറയുന്ന പ്രാർത്ഥന നബിക്ക് അവിടുത്തെ ഫസീലയും ഫളീലയും ലഭിക്കാൻ വേണ്ടിയാണ്. നബി അത് ആഗ്രഹിക്കുന്നു. ആ സ്വർഗത്തിൽ പ്രവാചകനോടുള്ള സാമീപ്യം നേടാനുള്ള വഴികൾ സഹോദരങ്ങളെ നമ്മൾ കണ്ടെത്തണം. അത് ഏതെങ്കിലും വർഷാവർഷം നടക്കുന്ന ഒരു ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു മാസത്തിൽ ആ നബിയെക്കുറിച്ചുള്ള മദ്ഹ് പാടലല്ല, മൗലീദ് കഴിക്കലല്ല, പ്രകടനം നടത്തലല്ല, അന്നദാനം നടത്തലല്ല. മറിച്ച് എന്താണ്? സ്വർഗത്തിൽ പ്രവാചകന്റെ കൂടെ എത്തണം, അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നബിയെ എങ്ങനെയാണ് നബിൻ്റെ കൂടെ സ്വർഗത്തിലെത്തുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ നമ്മൾ എത്തുക എന്നുള്ളതാണ്. നബി പഠിപ്പിച്ച 4 കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അമറ, അവിടുന്ന് കൽപ്പിച്ച കാര്യങ്ങൾ അവിടുന്ന് നമ്മൾ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളുണ്ട്, ആ കാര്യങ്ങളെ നമ്മൾ അനുസരിക്കുക. അറിയിച്ചു തന്ന കാര്യങ്ങളെ സത്യപ്പെടുത്തുക. നോക്കൂ, നിങ്ങൾ നബി പഠിപ്പിച്ചൊരു കാര്യം, അത് ഈ സാഹചര്യത്തിൽ, ഈ സന്ദർഭത്തിൽ, ഈ കാലഘട്ടത്തിൽ ഇവിടുത്തെ ഭരണകൂടം ഇങ്ങനെയായതുകൊണ്ട് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുകയില്ല, എൻ്റെ സാഹചര്യത്തിന് പറ്റൂല, അങ്ങനെയല്ല. നബി പറഞ്ഞ ഒരു കാര്യം അത് ഹദീസുകളിൽ വന്നതാ, സ്വഹീഹായി സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ അതെൻ്റെ ബുദ്ധിക്കല്ല, അത് എവിടെ എങ്ങനെ ആലോചിച്ചാലും അതിന് ലോജിക്കില്ലെങ്കിൽ പോലും എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇസ്രാ മിഅ്റാജ് യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഇന്നലെ മാസങ്ങളോളം യാത്ര ചെയ്യേണ്ട പലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദിസിൽ എത്തുകയും അവിടെ നിന്ന് ഞാൻ ആകാശാരോഹണം ചെയ്യുകയും ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഖുറൈശികൾ അമ്പെ കളിയാക്കി, പ്രവാചകനെ കളിയാക്കി ചിരിച്ചു. ഇതുവരെ ഞങ്ങൾ ഭ്രാന്തനെന്ന് പറഞ്ഞിട്ടുള്ളൂ, ഇപ്പൊ സത്യപ്പെടുത്തി എന്ന. പക്ഷേ പുറത്തെവിടെയോ കച്ചവടത്തിന് പോയി തിരിച്ചു വന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം കടന്നു വന്നപ്പോൾ ഖുറൈശികളെല്ലാവരും അവിടെ ചെന്ന് കാണാതാ, ഇതുവരെ നിന്റെ സുഹൃത്ത് പറഞ്ഞത് ഞങ്ങൾ കളിയാക്കി, ഇപ്പൊ സത്യമായി, ഇന്നലെ ഒരു രാത്രി കൊണ്ടല്ല, ഒരു രാത്രി ചില സമയം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞപ്പോൾ മുഹമ്മദ് നബി അങ്ങനെ പറഞ്ഞോ എന്ന് അദ്ദേഹം ചോദിക്കുകയും ഞാനതിൽ വിശ്വസിച്ചു എന്ന് പറയുകയും ചെയ്തു. ഞാൻ സത്യപ്പെടുത്തി, അങ്ങനെ സിദ്ദീഖ് എന്ന പേര് വന്നത്. അപ്പൊ ചില കാര്യങ്ങളിലെ ഇപ്പോഴും ഈ കാലഘട്ടത്തിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ശാസ്ത്രം ഇത്ര പുരോഗമിച്ച ഈ കാലഘട്ടത്തിൽ പോലും പലരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കളിയാക്കുന്നുണ്ട്, പല ഹദീസുകളും കളിയാക്കുന്നു. നമ്മുടെ നിലപാട് ആലോചിക്കണം, വിശ്വാസികളുടെ നിലപാട്. നമ്മൾ ഒരു കാര്യം നമ്മൾ ഇതിൽ ഉറപ്പിച്ച് പറയേണ്ടതെന്ന് വെച്ചാൽ മുസ്ലിങ്ങളാണെന്ന് പറയുന്ന ചില ആളുകൾ പ്രവാചകന്റെ ദിനമായി ആചരിച്ചു വരുമ്പോൾ അവരെ വിമർശിക്കുമ്പോൾ നമ്മുടെ നിലപാട് നമ്മളൊന്ന് മനസ്സിലാക്കണം. എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ദൈനംദിന വ്യക്തിപരമായ, കുടുംബപരമായ, കച്ചവടപരമായ, നമ്മൾ എവിടെയാണ്, ഏത് മേഖലയിലാണെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്, പാലിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ കൽപ്പിച്ച കാര്യങ്ങൾ, പ്രവാചകൻ അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കൽ, ഇതിലൊക്കെ എത്രത്തോളം ഞാനും നിങ്ങളും എത്രത്തോളമാണ് സത്യസന്ധത പുലർത്തുന്നത് എന്ന് നമ്മൾ പരിശോധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞാൽ അത് അപ്പടി ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന സഹാബാക്കൾ, നമ്മളവരെയാണ് പിൻപറ്റുന്നത്. ആ സഹാബാക്കൾ പ്രവാചകന്റെ കൂടെ സ്വർഗത്തിലിരിക്കാൻ വേണ്ടി പെടാപ്പെട്ട് മത്സരിച്ചവർ, നമ്മളും അത് ആഗ്രഹിക്കുന്നു എങ്കിൽ ഞാനും നിങ്ങളും എത്രത്തോളം പ്രവാചകനെ അനുസരിക്കുന്നു? എനിക്ക് നബിയെ കാണാനും നബിയുടെ കഴിയാനുമൊക്കെ ആഗ്രഹിക്കുമ്പോഴൊക്കെ സ്വർഗത്തിൽ കാണാൻ
നമ്മൾ എത്രത്തോളം അതിന് പരിശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ ആ നബിയോട് ചോദിച്ചു. ഒരു സഹാബി തന്നെ ചോദിച്ചില്ലേ, നബിയെ എനിക്ക് നിങ്ങളെ കൂടെ വേണം, എനിക്ക് പിന്നെ സ്വർഗത്തിൽ നിങ്ങളുടെ സഹവാസം വേണമെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്തു നിസായിൽ ആയത്ത് ഓതി കൊടുത്തു. വമൻ യുതിഅല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിൻ നബിയ്യീന വസിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. നോക്കൂ നിങ്ങൾ, നബിൻ്റെ കൂടെ മാത്രമല്ല, അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകനെയും അനുസരിക്കുന്ന ആളുകൾ അവരാരുടെ കൂടെയാണ്? നബിമാരുടെ കൂടെ, വസിദ്ദീഖീന സത്യസന്ധന്മാരുടെ കൂടെ, ശുഹദാക്കളുടെ കൂടെ, സാലിഹീങ്ങളുടെ കൂടെ സ്വർഗത്തിലും ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിക്കൊണ്ട് പറഞ്ഞു. അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കാനുള്ള മാർഗം എന്താ? നബിയെ പിൻപറ്റലാണ്. അള്ളാഹിന്റെ സ്നേഹം കിട്ടാനുള്ള മാർഗം നബിയെ പിൻപറ്റല. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹബ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. കണ്ടോ, ഈ ആയത്താണ് അതിനകത്ത് ആ സൂറത്തു ആൽ ഇംറാനിലെ തെളിവത. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റണം, പ്രവാചകനെ പിൻപറ്റണം. അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനെ ധിക്കാരം കാണിക്കുക പ്രവാചകനെ ധിക്കരിക്കലാണ്. അള്ളാഹിന്റെ കോപം കിട്ടുന്നവിടെ പ്രവാചകനെ ധിക്കരിക്കലാണ്. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നത ഇല്ലാ മൻ അബാ, എൻ്റെ സമുദായത്തിൽ എന്നോട് വിമുഖതല്ലാത്തവരെല്ലാം സ്വർഗത്തിൽ പ്രവേശിക്കും. സഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹി വമൻ യഅബാ, റസൂലേ ആരാണ് വിമുഖത കാണിക്കുന്നവർ, ആരാണ് മാറി നിൽക്കുന്നവർ? അവിടുന്ന് പറഞ്ഞു, മൻ അതാഅനി ദഖൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആര് എന്നെ അനുസരിച്ചുവോ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും, ആര് എന്നെ ധിക്കരിച്ചുവോ അവർ നരകത്തിൽ പ്രവേശിക്കുമെന്നാണ്, അല്ലെങ്കിൽ അവർക്ക് സ്വർഗപ്രവേശനം ഇല്ല എന്നാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, പ്രവാചകന്റെ കൽപ്പനകൾ, പ്രവാചകൻ അറിയിച്ച കാര്യങ്ങളെ സത്യപ്പെടുത്തി, ഇതൊക്കെ ഒരു വിശ്വാസിക്ക് വേണ്ടതാ. അല്ലാതെ നമ്മൾ മുഹമ്മദ് റസൂലുള്ളാഹ് അങ്ങനെ പാട്ടുപാടിയാൽ പോരാ. അതെന്താണെന്ന് നമ്മൾ വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അത് എല്ലാ നിലക്കും അതുണ്ടാകണം. എന്നെ അനുസരിച്ചവൻ അവൻ അള്ളാഹുവിനെ അനുസരിച്ചു, എന്നെ ധിക്കരിച്ചവൻ അള്ളാഹുവിനെ ധിക്കരിച്ചു എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. നബി പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിൽ കൂട്ടിച്ചേർക്കുന്നത് ഈ ധിക്കാരത്തിൽപ്പെട്ടതാണ്. അതാ ഇത്ര ഗൗരവത്തിൽ അത് പറയാൻ. എന്താ ഇപ്പം കഴിച്ചിനോര് കഴിച്ചോട്ടെ, അന്നം കൊടുക്കലല്ലേ അല്ലേ, കുട്ടിയൊക്കൊരു പാലും വെള്ളം കൊടുക്കലല്ലേ എന്നുള്ളതല്ല. ഇതെന്താ? നബി പഠിപ്പിക്കാത്ത കാര്യം, അത് ദീനിൽ പുണ്യമാണെന്ന് കരുതി. നോക്കൂ നിങ്ങൾ, മഹാനായ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി പറഞ്ഞൊരു കാര്യം. എൻ്റെ മകൻ, അദ്ദേഹം പറയാം, എൻ്റെ മകൻ അവൻ വ്യഭിചാരിയായി, മദ്യപാനിയായി, ധിക്കാരിയായി, കൊലപാതകിയായി പോയാലും ഒരു ബിദ്അത്തുകാരനാകുന്നത് എനിക്ക് പേടിയുണ്ടെന്നാണ്. കാരണം എന്താ പറയുക, ബിദ്അത്ത് ചെയ്യുന്നവന് തൗബല്ല. കാരണം ബിദ്അത്ത് ചെയ്യുന്നവൻ്റെ അവന് പുണ്യമാണ്, ഇത് പുണ്യമാണ്. അന്നം കൊടുക്കലല്ലേ, ഖുർആൻ ഓതലല്ലേ അല്ലേ, റസൂലുള്ളാഹിനെ വാഴ്ത്തലല്ലേ. അതുകൊണ്ട് ഇത് പുണ്യമാണെന്ന് കരുതി അയാൾ മരിക്കുവോളം തൗബ ചെയ്യില്ല. വ്യഭിചാരി, അവന് പേടിയുണ്ട്. വ്യഭിചാരം ചെയ്തു കഴിഞ്ഞാൽ അവന് പേടിയുണ്ട്, പടച്ചോനെ തെറ്റിപ്പോയല്ലോ. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അവൻ ഖേദിച്ചു മടങ്ങും, മദ്യപിച്ചാൽ മടങ്ങും, കള്ളത്തരം ചെയ്താൽ മടങ്ങും, അതവന് ചൊറിച്ചിലുണ്ടാക്കും. പക്ഷേ നന്മയാണെന്ന് കരുതി ഈ ബിദ്അത്ത് ചെയ്താൽ അവൻ എന്തില്ല, അവന് തൗബയില്ല. ബിദ്അത്ത് എന്ന് പറയുന്നത് ഇതിനേക്കാൾ ഗൗരവമാണ്, വ്യഭിചാരത്തേക്കാൾ ഗൗരവമാണ്. അതുകൊണ്ട് പ്രവാചകനെ ധിക്കരിക്കാൻ പറഞ്ഞതാ. മനസ്സിലായില്ലേ? പ്രവാചകൻ ധിക്കരിക്കാൻ, പ്രവാചകൻ പഠിപ്പിക്കാത്ത കാരണം എല്ലാ നന്മകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് ഈ നന്മ റസൂലുള്ളാഹി പഠിപ്പിക്കാതെ പോയെന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളല്ലേ. ഒന്ന്, നബിയെ കുറ്റപ്പെടുത്തുക, നബിയെ കള്ളനാക്കുക. അപ്പോൾ വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രവാചകനെല്ലാം പഠിപ്പിക്കുന്നു, എന്നിട്ട് നബി ഇത് മാറ്റിയേക്കുക. ഇത്രയും പുണ്യമുള്ളൊരു കാര്യം നബി പഠിപ്പിക്കാതെ പോയി. സഹാബാക്കൾ പഠിച്ചില്ല. സഹാബാക്കൾ നടത്തി നോക്കൂ നിങ്ങൾ, 1,00,000 ചില്ലാനം സഹാബികളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രവാചകൻ വിടവാങ്ങുമ്പോൾ പ്രവാചകന് ശേഷം ആരെങ്കിലും ചെയ്തതായിട്ട് നമുക്ക് തെളിവില്ല. പ്രവാചക കാലത്ത് ചെയ്ത തെളിവില്ല. അവർ തന്നെ പറയുന്നു ഇത് ഹിജ്റ 300-ലാണ് ഉണ്ടായത് എന്ന് അവർ തന്നെ പറയുന്നു. ഏതായിരുന്നാലും ഇതെന്താണ് മൻ അഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദും. അള്ളാഹുവിൻ്റെയും പ്രവാചകന്റെയും കൽപ്പനയില്ലാതെ ദീനിൽ ആരെങ്കിലും ഒന്ന് പുതുതായി ഉണ്ടാക്കിയാൽ തള്ളപ്പെടേണ്ടതാണ്. മനസ്സിലായി? തള്ളപ്പെടണം. നബി സ്നേഹത്തിൻ്റെ പേരിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ സ്വഹാബത്തിനറിയില്ല, പ്രവാചകന്റെ കൂടെ ജീവിച്ച ഒരു മനുഷ്യനും അറിയില്ല. അതുകൊണ്ട് പ്രവാചക ദിനമെന്ന് പറയുന്ന, നബിദിനമെന്ന് പറയുന്ന ആശയങ്ങൾ ഇത്
പിന്നീട് കടത്തിക്കൂട്ടിയത് അത് തള്ളുകയല്ലാതെ മറ്റെന്താണെന്ന് നമ്മൾ ആലോചിക്കണം. നബിയോടൊപ്പം സ്വർഗത്തിൽ വസിക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് നബിയോടുള്ള സ്നേഹം. ഇത് നബിയോടുള്ള സ്നേഹമല്ല, നബിയോടുള്ള ധിക്കാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കൂ, പ്രവാചകനോട് വന്നിച്ചിട്ട് ഒരാൾ ചോദിച്ചു, മത്തസ്സാ, പ്രവാചകരെ എപ്പോഴാണ് അന്ത്യദിനം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹമല്ലാതെ മറ്റൊന്നും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരുക്കി വെച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ്. കാരണം എന്താ? അയാൾ എവിടെയാണ് അയാൾ നീക്കി വെച്ചത്? അയാളുടെ ജീവിതം അള്ളാഹു റസൂലും പറഞ്ഞ കാര്യങ്ങളിൽ അവിടെ ആ നിലപാടിൽ ഉറച്ചു നിന്ന് ജീവിക്കാൻ അയാൾ ഉറപ്പിച്ചു, അയാൾ മാറ്റിവെച്ചു. അതുകൊണ്ട് നീ അള്ളാഹുവിൻ്റെ ഇഷ്ടം സമ്പാദിച്ചവനാണ് എന്ന് അദ്ദേഹം പറയുന്നു. അനസ് റളിയല്ലാഹു പറയുകയാണ്, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ബഅദൽ ഇസ്ലാമി ഫറഹ്നാ ബിഖൗലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നക മഅ അഹ്ബബ്ത, നീ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് എന്ന് നബി പറഞ്ഞ വാക്കിനേക്കാളും ഞങ്ങളെ സന്തോഷിപ്പിച്ച മറ്റൊരു കാര്യമില്ല. കാരണം ഇഷ്ടപ്പെടാൻ റളിയല്ലാഹു അൻഹും, അള്ളാഹ് ഇഷ്ടപ്പെടാന്ന് പറഞ്ഞ അല്ലേ? എന്താ സഹാബികളുടെ വാക്കുകൾ നമ്മളിങ്ങനെ മനസ്സാ വാച കർമ്മണ നമ്മൾ സ്വീകരിക്കാൻ കാരണം എന്താ? ഇന്ന സഹാബി പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ അഭിപ്രായ വ്യത്യാസമല്ല. കാരണം എന്താ? റളിയല്ലാഹു അൻഹും വറളു അൻഹും, അള്ളാഹ് അവരിൽ തൃപ്തരാണ്, അവർ അള്ളാഹുവിൽ തൃപ്തരാണ്. അതുകൊണ്ട് റബ്ബ് തൃപ്തിപ്പെട്ട ഒരാളാണ് അല്ലേ? അള്ളാഹു ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ് സഹാബാക്കൾ. ആ സഹാബാക്കൾ അവർ പറയാ, ഞങ്ങൾ ഇഷ്ടപ്പെട്ടവരുടെ കൂടെയാണ് എന്ന ആ ഒരു വാക്കുണ്ടല്ലോ, അതിനേക്കാൾ സന്തോഷകരമായ മറ്റൊരു വാക്കുമില്ല എന്നാണ് എന്നാണ് അനസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ മാതൃക ജീവിതത്തിൽ പകർത്തണം. എവിടെയൊക്കെയാണോ നമ്മുടെ ജീവിതമുള്ളത് അവിടെയൊക്കെ. അതുകൊണ്ട് പ്രവാചക സ്നേഹം എന്ന് പറയുന്നത് കേവലം ഒരു മാസത്തിൽ, റബീഉൽ അവ്വൽ മാസത്തിൽ ഒരു ദിവസത്തിലോ ഒതുങ്ങുന്നതല്ല. മറിച്ചെന്താ, നമ്മുടെ ശരീരത്തിൽ ജീവനുണ്ടോ, നമ്മുടെ ശരീരത്തിൽ ജീവൻ വർക്ക് ചെയ്യുന്നുണ്ടോ, അവിടെയൊക്കെ പ്രവാചകനെ സ്നേഹിക്കണം, അവിടെയൊക്കെ സ്നേഹിക്കണം. ഞാൻ പറയുന്നത്, നമ്മളിപ്പോൾ സാധാരണ പറയും ഉണരുമ്പോഴും ഉറങ്ങും, അല്ല, ഉറങ്ങിക്കിടക്കുമ്പോൾ പോലും അല്ലേ, ഉറങ്ങുമ്പോൾ പോലും നമ്മൾ എവിടെയാണ്? പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ച പ്രാർത്ഥനകൾ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മര്യാദകൾ, ഇതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചെന്നാ. ഉണരുമ്പം, ഉറങ്ങാൻ പോകുമ്പോൾ, ഉറങ്ങിയതിനു ശേഷം, ഇനി ഉറക്കത്തിൽ ഉണർന്നാൽ അല്ലെ, സ്വപ്നം കണ്ടാൽ, ഇവിടെയൊക്കെ പ്രവാചകൻ. അപ്പോൾ അതാ പറഞ്ഞ, ജീവനുള്ളിടത്തോളം ശരീരം അനക്കാൻ പറ്റുകയില്ല. ഒരാൾ ICUവിൽ കിടക്കുക, അവിടെയൊക്കെ നമുക്ക് പ്രവാചകന്റെ മര്യാദകളുണ്ട്, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന മാർഗനിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് മരണം വരെ ഒരാൾ എന്താണ്? പ്രവാചകനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. മറ്റെന്താണ്? നമ്മളെ ഇഷ്ടവും പ്രവാചകന്റെ നിർദ്ദേശവും വരുമ്പോൾ നമ്മൾ മാറിപ്പോകാൻ പാടില്ല. അതുകൊണ്ട് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ആരെങ്കിലും കുറ്റപ്പെടുത്താൻ, ഒരു സംഘടനാപരമായ പ്രശ്നം ഒന്നുമല്ല. മറിച്ച് കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് നമ്മൾ ചിന്തിക്കണം, നമ്മൾ പഠിക്കണം, ദീന് പഠിക്കണം. ഇതൊന്നും അറിയാത്തവരായിരുന്നോ ഈ സഹാബാക്കൾ? അതിനുശേഷം വന്ന താബിയുകൾ, താബിയുകൾ, സലഫ് സാലിഹീങ്ങൾ. നമ്മളതാണ് ആലോചിക്കേണ്ടത്. അതല്ലാതെ പ്രവാചകൻ നമുക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല. അങ്ങനെ ഒരു മാതൃക പ്രവാചകനിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളത് കാണിക്കും. നമ്മളതിനേക്കാൾ ഭൗതികമായ സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതിനേക്കാൾ നമ്മൾ മേന്മയിൽ ചെയ്യും. പക്ഷെ പ്രവാചകൻ കാണിച്ചു തന്നിട്ടില്ല. കാണിച്ചു തരാത്തോടത്തോളം കാലം പ്രിയപ്പെട്ടവരെ നമുക്കത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗത്തിൽ നമുക്ക് പ്രവേശിക്കണമോ? ആ പ്രവേശനം എന്താണ്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കാണിച്ചു തന്നതാണ്. ഒരാൾ പ്രവാചകനോട് വന്നിട്ട് റബീഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകന് ഖിദ്മത്ത് ചെയ്തുകൊണ്ടൊരു ദിവസം പ്രവാചകന്റെ കൂടെ കഴിയുമ്പോൾ പ്രവാചകൻ ചോദിക്കുന്നുണ്ട്, നീ ചോദിച്ചോ, നിനക്ക് എന്താണ് വേണ്ടത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് വേണ്ടത് അസ്അലുക മുറാഫതക ഫിൽ ജന്ന, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിലാണ്. ഔഅറദാലിക്, വേറെ എന്തെങ്കിലും എനിക്ക് ചോദിക്കാണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഹുവദാക, എനിക്കത് മാത്രമേ ഉള്ളൂ, എനിക്ക് അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ വേണം. ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, എങ്കിൽ നീ സുജൂദുകൾ വർദ്ധിപ്പിക്കുക. നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ, ഇതൊക്കെ വർദ്ധിപ്പിക്കുക. നിസ്കാരത്തിൽ സുജൂദുകൾ വർദ്ധിപ്പിക്കുക, സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. എന്നാൽ നബിക്ക് പറഞ്ഞുകൂടായിരുന്നു, എന്ത് ഒരു കൊല്ലത്തിൽ റബീഉൽ അവ്വൽ വരുമ്പോൾ നീ എൻ്റെ പേരിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി, ആർക്കെങ്കിലും ഒരു സദക്ക ചെയ്താൽ മതി, അത് പഠിപ്പിച്ചില്ല. എന്താ പറഞ്ഞത്? നിസ്കരിക്കുക. ഇല്ല, നിസ്കാരമായിരിക്കാൻ നബിക്കല്ല, അത് അള്ളാഹുവിനാണ്. നിങ്ങൾ മനസ്സിലാക്കണം, അള്ളാഹുവിനാണ് നിസ്കാരം. അപ്പോൾ നീ നിസ്കരിക്കുക, സുജൂദുകൾ വർദ്ധിപ്പിക്കുക.
എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ഏത് സമയത്തും സന്ദർഭത്തിലും ഞാൻ നിങ്ങളുമൊക്കെ മരിച്ചുകൊടുത്ത് പിരിയാം, സ്വർഗം കിട്ടണം. എങ്ങനെയാണെങ്കിലും ആ സ്വർഗത്തിൽ പ്രവാചകൻ്റെ കൂടെ നമുക്കുണ്ട്. കാരണം എന്താ? പ്രവാചകൻ ഉന്നത സ്ഥലത്താണ്. പ്രവാചകൻ ഉന്നത സ്ഥലത്താണ്. ആ ഉന്നത സ്ഥലത്ത് പ്രവാചകൻ്റെ കൂടെ ജീവിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടാകണം. ആ ആഗ്രഹത്തിന് പ്രവാചകൻ കാണിച്ചു വന്ന ദീന് അത് കൃത്യമായി അതിൽ വെള്ളം ചേർക്കാതെ, അല്ലേ, കോട്ടിമാട്ടാതെ, നമ്മുടെ താല്പര്യങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് ആ ദീനിനെ നമ്മൾ പരിപൂർണമായി സ്വീകരിച്ചുകൊണ്ട് ജീവിച്ചാൽ അള്ളാഹു നമ്മെയും പ്രവാചകൻ്റെ കൂടെ സ്വർഗത്തിൽ ഉറപ്പിച്ചു നിർത്തുമെന്നുള്ളത് പ്രതീക്ഷ നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക സ്നേഹവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, എല്ലാ വർഷത്തിലും നടക്കുന്ന പല പരിപാടികളും നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മളതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിച്ചത്. ആ വിഷയങ്ങൾ ധാരാളമായി നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പലരും തെറ്റിപ്പോയിട്ട് പ്രവാചക സ്നേഹമല്ലേ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ആളുകൾ എത്ര പറഞ്ഞാലും വീണ്ടും വീണ്ടും അതിനെ ന്യായീകരിക്കുകയും അത് സ്വീകരിക്കുവാനും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഈ കാര്യങ്ങളെ നമുക്ക് പറയാനുള്ളൂ. പ്രവാചക കാലത്ത് ചെയ്തിട്ടുണ്ടോ, പ്രവാചകൻ ചെയ്തിട്ടുണ്ടോ, അല്ലേ? ഇപ്പം നമ്മൾ സുബഹി നിസ്കാരം അന്നും ഇന്നും ഒക്കെ എന്നും ഒന്നാണ്, അസർ നിസ്കാരം എന്നും ഒരേപോലെ പ്രവാചകൻ പഠിപ്പിച്ച. അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കറിയാം, ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്ത് പോലും ഒരു ദിവസം അതുണ്ടായിരുന്നു. ഒരു ദിവസം അത് മദ്രസയിലെ കുട്ടികളിങ്ങനെ ഒരു പാട്ടൊക്കെ പാടി അങ്ങാടിയിലെത്തി ഒരു പ്രകടനമൊക്കെ വന്ന് അവർക്കൊരു അവലും വെള്ളം കൊടുത്ത് അതങ്ങനെ പിരിയുന്ന, അല്ലെങ്കിൽ അന്ന് വൈകുന്നേരം ഒരു വയലും കഴിഞ്ഞ് പോകുന്ന ഒരു സംഭവം. എനിക്ക് നോക്കൂ, നിങ്ങൾ ദീന് നബി പഠിപ്പിച്ചാണെങ്കിൽ അതിന് മാറ്റം വരില്ല. ദീന് നബി പഠിപ്പിച്ചാണെങ്കിൽ മാറ്റം വരില്ല. ഇപ്പം അതിലെന്തെല്ലാം മാറ്റങ്ങൾ വന്നു പ്രായമുള്ള ആളുകൾക്ക് അറിയാം, അല്ലേ? ചിലപ്പോൾ ചില കുട്ടികൾക്ക് അത് അറിഞ്ഞോളുന്നില്ല. ചെറിയ ഒരു 10-20 കൊല്ലം മുമ്പുള്ളൊരവസ്ഥയാണ് ഞാൻ പറയുന്നത്. അതിൻ്റെ മുമ്പ് ചിലപ്പോൾ അത്രയും ഉണ്ടായിക്കോളും. ഇന്നിപ്പോൾ അത് മാറി. ഇപ്പോൾ അന്ന് റബീഉൽ അവ്വൽ 12-നാണെങ്കിൽ ഇന്ന് റബീഉൽ അവ്വൽ മാസത്തിൽ മുഴുവൻ എന്താണ് അത് നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. പല സ്ഥലത്തും പല കോലത്തിലാണ്. ഇപ്പോൾ ഇടക്കരയുള്ളതുപോലെ അവരെ ചിലപ്പോൾ ചുങ്കത്ര, വണ്ടൂർ വേറെ രൂപത്തിലായിരിക്കും. മാറ്റങ്ങളുണ്ട്. എന്താ? ദീനില്ലാത്തതുകൊണ്ടാണ്. ദീനിലതൊക്കെ ഒരേപോലെ ഉണ്ടാക്കുക. റമദാൻ മാസത്തിൽ നമ്മളൊക്കെ നോമ്പെടുക്കുക, വേറെ മാസത്തിൽ നമ്മൾ നോമ്പ് സുന്നത്ത് നോമ്പുകൾ മാത്രം എടുക്കുക. ഇതുവരെ റമദാനിലല്ലാത്തൊരു നിർബന്ധ നോമ്പ് നമ്മൾ എടുത്തിട്ടില്ല. അതെന്താ? ദീൻ നബി പഠിപ്പിച്ചതാ. ഹജ്ജ് ദുൽഹിജ്ജയിലാണുള്ളത്, അല്ലേ? അതിനൊക്കെ ഒരു നിർദ്ദേശം നബി പഠിപ്പിച്ചിട്ടുണ്ട്. ഇത് പുണ്യമുള്ളൊരു കാര്യമാണെങ്കിൽ നബി പഠിപ്പിക്കൂലേ? ദീനില്ലാത്തത് കൊണ്ടാണ്. അത്ര തന്നെ ഉള്ളൂ ഇപ്പോൾ അതിൽ. അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ പറയും വറ്റ് നിന്നൊരു ബുദ്ധി ഉണ്ടെങ്കിൽ അവന് മനസ്സിലാക്കാനുള്ളൂ. അല്ല, നമുക്കിപ്പോൾ ആർക്കും നമ്മുടെ അടുത്ത് പൈസ ഇല്ലായിട്ടാ ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള നമുക്ക് ഇത് നബിൻ്റെ ഒരു ദിവസം റബീഉൽ അവ്വൽ നമുക്കൊരു പ്രകടനം നടത്താനും കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണം കൊടുക്കാനും നമ്മുടെ അടുത്ത് പൈസ ഇല്ലായിട്ടാ? അല്ലല്ലോ. അത് തെറ്റായതുകൊണ്ടാണ്, അത് ബിദ്അത്തായതുകൊണ്ടാണ്. അപ്പോൾ അത് കൃത്യമായി നമ്മൾ ദീനില്ലാത്തൊരു കാര്യമാണ്. കൃത്യമായി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കുക. മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നാട്ടിൽ പല സമയത്തും സന്ദർഭത്തൊക്കെ പല കോലാഹലങ്ങളുണ്ടാവും. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, നമ്മൾ ഷഹാദത്ത് കലിമ ചൊല്ലിയ ആളുകളാണ്. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ്. അള്ളാഹ് നമ്മളെ സഹായിക്കും. നാട്ടിൽ പല പേക്കൂത്തും പല ആചാരങ്ങളും അനാചാരങ്ങളും ആഘോഷങ്ങളൊക്കെ നടക്കുമ്പോൾ അതിനൊക്കെ കൊണ്ടുപോയി തല വെച്ച് കൊടുക്കേണ്ടവരല്ല മുസ്ലിങ്ങൾ. അതിന് പോയിട്ട് അന്നത്തെ ദിവസം അതിനു വേണ്ടിയുള്ള ഡ്രസ്സ്, ആ ഡ്രസ് കോഡ്, അന്ന് അതുപോലത്തെ ഒരു ഭക്ഷണം, ഇതൊന്നും കൊണ്ടിടക്കേണ്ട. ഞങ്ങൾ നിങ്ങളൊപ്പം ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ നിങ്ങളെ സന്തോഷിപ്പിച്ചാലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രൂപത്തിലൊന്നും നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആൾക്കാരല്ല. നമുക്ക് കൃത്യമായൊരു നിലപാടുണ്ടാകണം. ചിലപ്പോൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ നമുക്കത് തുറന്നടിച്ച് പറയാൻ അല്ലെങ്കിൽ അതിനെതിർക്കാൻ ചിലപ്പോൾ സാധിച്ചോളുന്നില്ല. അതെന്താണ്? അതൊരു ഹിക്മത്താണ്. അതൊരു ഹിക്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കം ഫത്തഹിൻ്റെ അന്ന് നബിയുടെ കാൽ കീഴിലാണ് അന്ന് മക്ക, നബിൻ്റെ കാൽ കീഴിൽ. പക്ഷെ നബി എന്താ പറഞ്ഞത്? ഹറമിലും അബൂ സുഫിയാൻ്റെ വീട്ടിലും അഭയം പ്രാപിച്ചവരൊന്നും ചെയ്യില്ല. എന്തിനാ അബൂ സുഫിയാൻ? അത് അബൂ സുഫിയാൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ വലിയൊരു പ്രമാണിയാണ്. അതൊരു ഹിക്മത്താണ്. അങ്ങനെ ഇസ്ലാമിൽ പല ഹിക്മത്തും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് ഈ രാജ്യത്തെ എതിർത്ത് ജീവിക്കാം. ചിലപ്പോൾ നമുക്ക് പറ്റിക്കോളന്നില്ല. അപ്പോൾ പക്ഷെ മുസ്ലിങ്ങളെ നിലയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? നമുക്കൊരു നിലപാടുണ്ടാവണം. നമുക്കൊരു നിലപാട്. അതിന് നമ്മൾ പോയിട്ട് അതിനൊപ്പം കൂടികളാകല്ല. അത് അലാസ്റ്റിക് കൂടിയാകാൻ പാടില്ല. കാരണം എന്താ? നമ്മളെ ദീനിൽ നിന്ന് നമ്മൾ പുറത്തു പോകും. മൻ തശബ്ബഹ ഖൗമിൻ ഫഹുവ മിൻകും. ഒരാൾ മറ്റൊരു സമുദായത്തിനോട് സാദൃശ്യപ്പെട്ടാൽ എന്താണ്? അവൻ അവരുടെ മതമാണെന്ന്. നമ്മളെ മതമല്ല. അപ്പോൾ നമ്മൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ നാട്ടിൽ പല ആഘോഷങ്ങളും അത് പല പേരിലുണ്ടാവും.
അതിനൊക്കെ നമ്മളതിനൊക്കെ കൂടെ കൂടികളായി പോവുക എന്നുള്ളത് വളരെ എന്താ പറയുക, നമ്മളെ ദീനിനെ നമ്മൾ കൊച്ചാക്കലാണ്. നമുക്ക് ഇസ്സത്ത് നഷ്ടപ്പെടും, നമ്മൾ ഇസ്സത്ത് നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഓരോന്നും എന്താണ് എന്ന് നമ്മൾ കൃത്യമായി പഠിക്കാം. ശിർക്കുമായി ബന്ധപ്പെട്ടതുണ്ട്, ശിർക്കുമായി ബന്ധമില്ലാത്തതുണ്ട്. അപ്പം നമുക്കറിയാലോ, നമ്മൾ നിർബന്ധ സാഹചര്യത്തിൽ ഹറാമായ ഭക്ഷണം ചിലപ്പോൾ നമുക്ക് കഴിക്കാം, നിർബന്ധമായി ജീവൻ നിലനിർത്താൻ. പന്നിമാംസം ഹറാമാണ്, ജീവൻ നിലനിർത്താൻ വേണമെങ്കിൽ വേണമെങ്കിൽ കഴിക്കാം, അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ തല പോയാലും ശിർക്കായ ഒരു കാര്യത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും തിന്നാൻ പാടില്ല, ഒരു വെള്ളം കുടിക്കാൻ പാടില്ല. അതാണ് നബി പഠിപ്പിച്ചൊരു നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സംഭവം മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ഒരു രാജ്യത്തിലേക്ക് അപ്പുറത്തെ രാജ്യത്തിലേക്ക് പോകാൻ അവിടുത്തെ അതിർത്തിയിലെ പട്ടാളക്കാർ പറഞ്ഞില്ലേ, ഇവിടുത്തെ രാജാവിൻ്റെ പേരിൽ എന്താണ് ഈച്ചനെ ബലിയിറക്കണം. ഒരാൾ പറഞ്ഞു ഇറക്കാം, എന്താ ഒരു ഈച്ചല്ലേ, നമ്മളിപ്പോൾ അതിലിപ്പോൾ എന്താ ചിന്തിച്ചാൽ ഒന്നുമില്ലല്ലോ, ഒരു ഈച്ചനെ കൊന്നാൽ പോരെ. പക്ഷേ മറ്റാൾ പറഞ്ഞു ഞാൻ കൊല്ലൂല. കാരണം എന്താ, ബലി എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കളാണ്, അത് ശിർക്ക. അള്ളാഹു അല്ലാത്തവരെ പേരില്ല ബലി എന്ന് പറഞ്ഞാൽ എന്താ, അത് ശിർക്കാണ്, അത് ഞാൻ ചെയ്യൂല. അയാളെ കൊന്നു, പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അയാൾ സ്വർഗത്തിലാണ്. ഈച്ചനെ കൊന്നവനോ അയാൾ നരകത്തിലാണ്, കാരണം അത് ശിർക്കാണ്. അപ്പോൾ അവിടെ ഈ പല ഹുക്കുമും ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളതിനെ സോപ്പിട്ടെടുക്കേണ്ട ആവശ്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളമല്ല. നമുക്ക് അവരെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല, കാരണം ഇതൊരു ബഹുമത സമൂഹമാണ്. ആ സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ അവരവരെ ലക്കും ദീനുക്കും വലിയ ദീൻ, അവർക്ക് അവരെ മതമാണ്, നമുക്ക് നമ്മളെ മതമാണ്. അതിൽ നമ്മൾ അതിനുള്ള നമുക്ക് നമ്മുടെ ആദർശം മനസ്സിൽ ജീവിക്കാനുള്ള എല്ലാ നിയമ സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അങ്ങനെ അവരെ പേടിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് എന്നും പേടിയായിരിക്കും. അള്ളാഹുവിനെന്ത് ചെയ്യണം, നമ്മൾ കൃത്യമായി നമ്മുടെ വലിയായി നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ കൂടെ പടച്ച റബ്ബുണ്ട്, അള്ളാഹു ഉണ്ട്. അതാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെങ്കടലിൻ്റെ വക്കിൽ നിന്നുകൊണ്ടില്ലേ, അവർ പിന്നെ എന്തുണ്ടായത്, അദ്ദേഹത്തിൻ്റെ സഹാബാക്കളൊക്കെ പിന്നെ മൂസാ നബി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തൽ തുടങ്ങി. അപ്പോളെ പറഞ്ഞാണ് ഇപ്പോൾ പോകണ്ട അല്ലേ, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എങ്ങനെ ഞങ്ങൾ രക്ഷപ്പെടുമോ, ഇനിയിപ്പോൾ കടലിൽ മുങ്ങി ചാകുക എന്നല്ലാതെ, അല്ലെങ്കിൽ ഫിറൗന്റെ വെട്ടുകൊണ്ട് ചാകുക എന്നല്ലാതെ കുറ്റപ്പെടുത്തുമ്പോൾ ലാ തഖഫ് ഇന്നല്ലാഹ മഅന, നിങ്ങൾ പേടിക്കണ്ട, പടച്ചോണ്ട് നമ്മളെ കൂടെ. അതാ മറുപടി. അതാ പിന്നെ ഇബ്രാഹിം നബി തീയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹും സൗർ ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോൾ പ്രവാചകരെ അത് അവരൊന്ന് കുമ്പിട്ടാൽ, അവരൊന്ന് നോക്കിയാൽ, സൗർ ഗുഹ കണ്ടോൽക്കറിയാം, അവിടെ ഒന്ന് നോക്കിയാൽ നമ്മളെ കാണും. പേടിക്കേണ്ട അബൂബക്കർ, ഇന്നല്ലാഹ മഅന, നമ്മളെ കൂടെ നമ്മളെ റബ്ബുണ്ട്. ആ വിശ്വാസം സഹോദരങ്ങളെ നമുക്ക് ഉണ്ടാവണം. അപ്പോഴേ നമുക്ക് എന്താ പറയുക, നമ്മളെ ഇസ്സത്ത് നിലനിർത്തി അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ള അത് കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ. അത് കൊണ്ടെടുക്കാൻ കഴിയാത്ത എന്തുകൊണ്ടാണ്, റബ്ബിനെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. ഏതു പ്രതിസന്ധിയിലും ഏതു പ്രയാസത്തിലും എനിക്കെൻ്റെ റബ്ബുണ്ട്, ആ റബ്ബിന് വഴി കാണിച്ചു തരും എന്നുള്ളതുണ്ടാകണം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അതുവരെ കുത്തിപ്പിടിച്ച വടി വെള്ളത്തിലടിക്കാൻ പറഞ്ഞപ്പോൾ ആരെങ്കിലും ചിന്തിക്കും, ഏതെങ്കിലും ബുദ്ധിക്ക് യോജിക്കും, അത് ഏതെങ്കിലും ശാസ്ത്രം പരിശോധിച്ച് അത് കണ്ടെത്താൻ സാധിക്കുമോ? അല്ലേ, രണ്ട് ഭാഗത്തേക്കും വെള്ളം അങ്ങോട്ട് മാറി നിൽക്കുകയും അതിലൂടെ അവർ രക്ഷപ്പെടുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചില മായാവി കഥകളാണ്, ഉമ്മാമ കഥകളാണെന്ന് പറയും. പക്ഷെ ഖുർആൻ പറഞ്ഞത് അതിൽ നമ്മൾ വിശ്വസിക്കണം. കാരണം എന്താ, അള്ളാഹു ഇറക്കിയതാണ്. അതാ ഇബ്രാഹിം നബിയുടെ തീയിൽ നിന്നും അത്ഭുതകരമായി, തീയിൻ്റെ ഡ്യൂട്ടി എന്താ, കത്തിക്കുക എന്നുള്ളതാണ്, കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അവിടെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയത് അത് അള്ളാഹുവാണ്. എവിടെയും അള്ളാഹുവാണ്. ഇന്നും നമ്മളിവിടെ ഇത്ര സുഖസുന്ദരമായി ഇങ്ങനെ ഇരിക്കണം എന്താ, അള്ളാഹിൻ്റെ സംരക്ഷണമാണ്. കാരണം അള്ളാഹിൻ്റെ ദീന് നമ്മൾ പ്രചരിപ്പിക്കുന്നുണ്ട്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വക്താക്കളുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു നമ്മളെ സഹായിക്കുകയാണ്. ഓരോന്നിനും അള്ളാഹ് സഹായിക്കുന്നു. ആ സഹായം നിലനിർത്തണമെങ്കിൽ നമ്മൾ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം. മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ റസൂലുള്ളാഹിനെ പരിപൂർണമായി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. കുതുബ പറയുമ്പോഴും കുതുബ കേൾക്കുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴൊക്കെ ഒരു ദീനും, വീട്ടിൽ പോയി അവിടെ നിൽക്കുമ്പോൾ മറ്റൊരു ദീനും ആകാൻ പാടില്ല. കച്ചവടത്തിൽ വേറെ ദീനാകാൻ പാടില്ല. വീട്ടിൽ കല്യാണമാകുമ്പോൾ വേറെ ദീനാകാൻ പാടില്ല. അത് കുടുംബക്കാരെ കുട്ടീനെ സന്തോഷിപ്പിക്കാനാകരുത്. ദീന് വേണം, എവിടെയും ദീന് വേണം. ഇല്ലെങ്കിൽ എല്ലാ സഹായം അള്ളാഹുവിൽ നിന്ന് നിലച്ചു പോകും. ഭീതിയിൽ പേടിച്ച് ജീവിക്കേണ്ടി വരും. അതുകൊണ്ട് നിലപാടുകളെ മനസ്സിലാക്കിക്കൊണ്ട് ദീന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കാൻ പ്രിയപ്പെട്ടവരെ നമ്മൾ തയ്യാറായാൽ അള്ളാഹു നമ്മളെ സഹായിക്കും. റസൂലുള്ളാഹിന്റെ കൂടെ സ്വർഗത്തിലെത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകും. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും നീ ഞങ്ങൾക്ക് തുണയായി നിൽക്കണ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും മരിച്ചുപോയ ആളുകൾക്ക് നീ മാഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായ എല്ലാവിധ പാപങ്ങളും ഞങ്ങൾക്ക് നീ പുറത്തു മാപ്പാക്കി തരണം റഹ്മാനെ.
എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ റഹ്മാനെ. അല്ലാഹുമ്മ അഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وذل الشرك والمشركين. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ووالدنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.